ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ഏതൊരു വ്യക്തി കണ്ടുമുട്ടുന്നുവോ ആ വ്യക്തിയുടെ ജീവിതത്തിലും അയാളുടെ കാഴ്ചപ്പാടിലും നിലപാടിലും സ്ഥായിയായ മാറ്റം വരുന്നതും തുടർന്ന് അയാൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി മാറുന്നതുമായ ചില രംഗങ്ങൾ, അല്ലെങ്കിൽ ദൈവഹിതം എന്തോ അത് അയാളിൽ നിറവേറ്റുവാൻ വേണ്ടി അയാളെ പ്രാപ്തനാക്കുന്ന രംഗമാണ് നമ്മളിന്ന് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിലെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഹാഗാർ ഇസ്മയേലിന് ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് സാറായുമായി ഉള്ള പിണക്കം മൂലം സാറ ഓടിച്ചെന്ന് അബ്രഹാമിനോട് പറയുന്നു, ആ ദാസിപ്പെണ്ണ് എന്നോട് കയർത്തു വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ അബ്രഹാം പറയുന്നു, സാറായി, നിൻ്റെ ദാസി ഇപ്പോഴും നിൻ്റെ ദാസി തന്നെയാണ്, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അവളോട് പെരുമാറാം. അങ്ങനെ യജമാനത്തി അവളെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ യജമാനത്തിയുടെ പീഡനം സഹിക്കവയ്യാതെ അവൾ നാട് വിട്ട് ഓടുകയാണ്. ഓടുന്ന വഴിയിലാണ് അവൾക്ക് വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടാനിടയാകുന്നത്. ആ രംഗം ഇങ്ങനെയാണ് 16-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂനിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അവർ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്രമാത്രം അധികമായി നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അവന് നീ ഇസ്മയേൽ എന്ന് പേരിടണം, കാരണം കർത്താവ് നിൻ്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും എതിരായി ഉയരും, എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർദ്ധിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ ഏൽ റോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ കർത്താവിനെ, ദൈവത്തെ ഞാൻ ഇവിടെ വെച്ചും കണ്ടിരിക്കുന്നു എന്നവൾ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒരടിമ യജമാനത്തിയുടെ ഭവനം വിട്ട് പോവുക എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തും അഭയമില്ല. അവൾക്ക് മരിക്കുന്നത് വരെ ഓടുക എന്നത് മാത്രമാണ് അവൾക്ക് കരഗതമായിട്ടുള്ളത്. ആ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് മരുഭൂമിയിലൂടെ ഓടുക, ഒരാശ്രയവുമില്ലാതെ ഓടുന്നൊരു പെൺകുട്ടി ഇതാ വഴിയിൽ വെച്ച് അവളെ ദൈവദൂതൻ വിളിക്കുന്നു. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എങ്ങോട്ട് പോകുന്നു, നീ എവിടെ നിന്ന് വരുന്നു? അവളുടെ ഹൃദയത്തെ അത് സ്പർശിച്ചു. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനത്തിയെ ഭയന്ന് ഓടുകയാണ്. അങ്ങനെ ഓടുന്ന ഹാഗാറിനോട് കർത്താവ് പറയുകയാണ്, നിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു കാട്ടുകഴുതയ്ക്ക് സമാനനായ ഒരു മനുഷ്യനാണ്. അനേക ജനതകളുടെ കരം അവനെതിരെ ഉയരും, അവൻ്റെ കരം അനേക ജനതകൾക്കെതിരെ പ്രബലപ്പെടും. നീ പോയി നിൻ്റെ യജമാനത്തിയുടെ കൂടെ താമസിക്കുക. പ്രിയമുള്ളവരെ, ആരെ ഭയന്ന് ഓടിയോ ആ സാറായെ അഭിമുഖീകരിക്കുവാൻ കഴിവുള്ളവരായി തിരിച്ച് യജമാനത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ അവൾക്ക് സ്വീകരണമല്ല ഇരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദാസി യജമാനത്തിയിൽ നിന്നും ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ സാധ്യതയൊന്നുമില്ല. അവിടെ വേണ്ടി വന്നാൽ ഇവിടെ കൊല്ലാൻ വരെ അധികാരമുള്ളവളാണ് അവളുടെ യജമാനത്തി. പക്ഷേ മരണത്തെപ്പോലും തൃണവൻ ഗണിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റുവാൻ കരുത്തുള്ളതായി മാറിയ ഹാഗാർ. പ്രിയമുള്ളവരെ, നമ്മൾ എത്രയോ വർഷങ്ങളായി വചനം തിരുവചനം കേൾക്കുന്നു. വചനം പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നു. വചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ച് വ്യക്തിപരമായ ഒരു ദൈവാനുഭവത്തിലേക്കും ദൈവാഭിമുഖ്യത്തിലേക്കും നമ്മളെ നയിച്ചാൽ അത് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മൾ നിർബന്ധിതരാക്കും. പ്രത്യേകിച്ച് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് കണ്ടെത്താനും അതനുസരിച്ച് അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കുവാനുമുള്ളൊരു കഴിവ് നമുക്ക് ലഭിക്കും. തുടർന്ന് നമ്മൾ കാണുന്നത്, ഇപ്പോൾ ഹാഗാറിൻ്റെ സംഭവം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാവായ യാക്കോബിനെ നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ്, അവനെയും വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് പിൻപും മുൻപും അവനുമുണ്ടൊരു ജീവചരിത്രം. അതായത് വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമുക്കറിയാം, പിറന്ന് വീണപ്പോൾ തന്നെ ജ്യേഷ്ഠൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട്, അതായത് ജനിക്കുമ്പോഴേ തന്നെ കാല് വാരുന്ന സ്വഭാവം അവൻ്റെ സ്വയത്തമായിരുന്നു അവന്. പിന്നീട് നമ്മൾ കാണുന്നത്, കുട്ടികൾ വളർന്നു വന്നു, അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇതാ ഒരു നേരത്തെ 1 കപ്പ് ചുവന്ന പായസം കുടിച്ചുകൊണ്ടിരുന്ന യാക്കോബ് ആ കടിഞ്ഞൂൽ പൊട്ടനെ ഒരു നേരത്തെ പായസത്തിന് വേണ്ടി അവൻ്റെ കടിഞ്ഞൂൽ പത്രസ്ഥാനം തട്ടിയെടുക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടും കഴിഞ്ഞില്ല. പിന്നീട് നമ്മൾ കാണുന്നത്, പിതാവ് അനുഗ്രഹം കൊടുക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മകനെ, ഇതാ ഏസാവിനെ അനുഗ്രഹിക്കാൻ പോകുന്നു, മൂത്ത മകനെ. അപ്പോൾ തന്നെ ഇതാ അവൻ വേട്ടമൃഗത്തെ അന്വേഷിച്ച് പോയ സമയത്ത് അമ്മയുടെ നിർദ്ദേശാനുസരണം യാക്കോബ്
തൻ്റെ കൈകളിലെ ആട്ടിൻ രോമം വെച്ച് പിടിപ്പിക്കുകയും അമ്മ വേവിച്ചു കൊടുത്ത ഇറച്ചിയുമായി ഇതാ സമീപിക്കുന്നു അപ്പനെ. അപ്പൻ പറയുന്നു, മകനെ അടുത്തേക്ക് വരൂ, കാരണം സ്വരം കേട്ടിട്ട് യാക്കോബിനെ പോലെ ഇരിക്കുന്നു. സ്പർശിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു, സ്പർശിച്ചപ്പോൾ ഏസാവിനെ പോലെ. പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും ദൈവാനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെയാണ്. സ്വരം കേട്ടിട്ട് യാക്കോബിനെ പോലെ, ശരീരത്തെ സ്പർശിച്ചപ്പോൾ ഏസാവിനെ പോലെ. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഒരു വശത്ത് ഒരു സ്ഥലത്ത് ഒരു സ്വഭാവം, മറ്റൊരു സ്ഥലത്ത് വേറൊരു സ്വഭാവം. ഒരേ കാര്യം തന്നെ പറയുമ്പോൾ ഉള്ളിൽ മറ്റൊന്ന് നിരൂപിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ജനിച്ച കാലം മുതൽ ഇവിടം വരെ അവൻ ഇത്തരത്തിലൊരു പ്രവൃത്തിക്കാരനായിരുന്നുവെങ്കിൽ അപ്പൻ അവനെ ബ്ലസ് ചെയ്തു, അനുഗ്രഹങ്ങളും വാങ്ങി. അവൻ നിൽക്കുമ്പോഴാണ് വേട്ടമൃഗവുമായിട്ട് ഇതാ ജ്യേഷ്ഠൻ വരുന്നത്. വേവിച്ച ഇറച്ചിയുമായി സമീപിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, മകനെ ഞാൻ അനുഗ്രഹം അവന് നൽകിപ്പോയി. അവസാനം ഈ അപ്പൻ്റെ വിലാപഗാനം ആചരിക്കുവാൻ ഇവനുണ്ടാകുകയില്ല എന്നുള്ള അവൻ്റെ ആത്മകഥവും അവൻ്റെ തീരുമാനവും മനസ്സിലാക്കിയ അമ്മ പറഞ്ഞു, മകനെ എത്രയും വേഗം ഇവിടെ നിന്ന് കടന്നു കളയാം. അവനെ ഒരുക്കി ലാബാൻ്റെ അടുത്തേക്ക് വിടുന്നു. പോകുന്ന വഴിക്ക് അവൻ്റെ ജീവിതത്തിൽ ഇതാ ഒരു വ്യക്തിപരമായ എൻകൗണ്ടർ, ദൈവത്തെ കണ്ടുമുട്ടലുണ്ടാകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് ബെർഷബായിൽ നിന്നും ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവനൊരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്നൊരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിനിരിക്കുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണും നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും. ഇങ്ങനെ അവിടെ അതായത് വഴിയരികിലൊരു കല്ലും വെച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ പേരക്കിടാവാ. ഒരു വീട്ടിൽ പോലും യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയെയും സ്വീകരിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ ഒരു വീട്ടിലും അവൻ അഭയം തേടിയില്ല. കാരണം അബ്രഹാമിൻ്റെ പേരക്കിടാവാണെന്ന് അവർക്കറിയാമായിരുന്നു. ആയതിനാൽ തന്നെ അവൻ വഴിയരികിൽ കല്ലും വെച്ച് തലക്കിൽ വെച്ച് കൊണ്ട് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് ഒരു ഏണി, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഏണി, ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്തൊരു കാഴ്ച. ഇത് കണ്ട് ഇതാ കർത്താവിൻ്റെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, അത് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു കല്ല് സ്ഥാപിച്ചിട്ട് പറയുന്നു, ഇത് സ്വർഗത്തിൻ്റെ കവാടമാണ്. അതുകൊണ്ട് ബഥേൽ എന്നവൻ ആ സ്ഥലത്തിന് പേരിട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നൊരു നിമിഷം ഏതെന്ന് തിരിച്ചറിയുകയും അവിടെ ദൈവാനുഭവത്തിൻ്റെ കല്ല് സ്ഥാപിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ. ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തോടൊത്ത് ദൈവഹിതമറിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നില്ല എങ്കിൽ നമുക്ക് വ്യക്തമായും ഒരു വിശ്വാസ ജീവിതം നയിക്കുക സാധ്യമല്ല. നാം കാണുന്നത് അവിടെ വെച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ലാബാൻ്റെ അടുക്കിലെത്തുന്ന യാക്കോബിനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞു അവൻ്റെ ജീവിതത്തിലെ സ്ഥായിയായ ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ കവാടവും സ്വർഗവും ഒക്കെ കണ്ടതേ ഉള്ളൂ. അവൻ പറയുന്നില്ല ഞാൻ കർത്താവിനെ കണ്ടുവെന്ന് അവൻ പറയുന്നില്ല. അവിടെ പിന്നീട് നമ്മൾ കാണുന്നത് ഇതാണ്, അവനവിടെ 7 വർഷക്കാലം ലാബാൻ്റെ വീട്ടിൽ ജോലി ചെയ്തിട്ട് ഇളയ പെൺകുട്ടിയെ പ്രേമിക്കുന്നു. അവളെ പ്രേമിച്ച് യാക്കോബ് വിവാഹത്തിനൊരുങ്ങുന്നു. 7 വർഷം ജോലി ചെയ്താൽ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വിവാഹത്തിനൊരുങ്ങുന്നു. ഇളയവൾ റാഹേലിനെയാണ് അവൻ പ്രേമിച്ചിരുന്നത്. എന്നാൽ മൂത്തവളാകട്ടെ ലേയായാണ്. വിവാഹത്തിന് നിശ്ചയിച്ചു, ആൾക്കാരൊക്കെ വന്നു, കല്യാണം നടക്കുന്നു. ഇവൻ വെയിലിട്ടുകൊണ്ടാണല്ലോ ഒരു വിവാഹം കഴിക്കുന്നത്. അവൻ കാല് കണ്ടപ്പോഴേ അവന് കാര്യം മനസ്സിലായി, ഇത് ചേടത്തിയാണെന്ന്. വിവാഹം കഴിഞ്ഞ് നോക്കിയപ്പോൾ അനിയത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചേടത്തിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. വാസ്തവത്തിൽ അവിടെ അപ്പൻ്റെ മുമ്പിൽ ചെന്ന് നീ ഏസാവാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ആ മൂളി, 3 പ്രാവശ്യം മൂളി. ഇതുപോലെ ഇവിടെ വെച്ച് ഇവളെ കണ്ടുകൊണ്ട് ഇവൻ ചോദിച്ചു, നീ റാഹേലാണോ? മൂളി. വീണ്ടും ചോദിച്ചു, റാഹേലാണോ? ആ. അവിടെ അപ്പനെ പറ്റിച്ചു, ഇവിടെ പറ്റിക്കപ്പെടുന്നു. അവസാനം ചേടത്തിയെ കെട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ അമ്മായിയപ്പന് അഭിമുഖമായി നിന്നുകൊണ്ട് ചോദിച്ചു, എന്ത് പരിപാടിയാണ് കാണിച്ചത്? അദ്ദേഹം പറഞ്ഞു, എടോ, ഈ ഇസ്രായേലിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി മൂത്ത ജ്യേഷ്ഠത്തിൽ നിൽക്കുകയെ അനിയത്തെ കെട്ടിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഇനി അനിയത്തെ കെട്ടാൻ വേണ്ടി 7 വർഷം കൂടെ ആടുമേയിക്കുക. ഒന്ന് ഓർത്ത് നോക്കുക, 14 കൊല്ലക്കാലം ഒരു പെൺകുട്ടിയെ കെട്ടാൻ വേണ്ടി ആടുമേയിച്ച് നടന്ന യാക്കോബ്. അവസാനം അവളെയും വിവാഹം കഴിച്ചു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ആടിനെ സമ്പാദ്യം കിട്ടുന്നതിന് വേണ്ടി കാണിച്ച കുറുക്ക് വഴികൾ. വെള്ളം കുടിക്കുന്നിടത്ത് ആടിൻ്റെ അടുക്കൽ വന്നിട്ട് ആട് വെള്ളം കുടിക്കുന്നിടത്ത് കൊണ്ടുവന്ന് മരച്ചില്ലകൾ തൂക്കി അതിലെ പൊട്ടും പുള്ളിയൊക്കെ വെച്ചിട്ട് പൊട്ടും പുള്ളിയും ഉള്ളതും
വെളുത്ത കളറില്ലാത്തതുമായ ചെമ്മരിയാട്ടുകളെ ഇവന് കൊടുക്കാമെന്ന് പറഞ്ഞ പേർക്ക് അങ്ങനെ ഒരു ക്രോസിംഗ് നടത്തി അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് ആരോഗ്യമുള്ള ആടുകളെ മാത്രം നിർത്തി അങ്ങനെ മുന്നോട്ട് പോകുന്ന യാക്കോബിനെ നമുക്ക് കാണാം. അവിടെ നിന്ന് പിന്നീടും ഇതെല്ലാമായിട്ടും ഈ ലാബാൻ അവന് സ്വന്തമായിട്ട് ഇതൊന്നും കൊടുക്കാതെ വന്നപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് അവൻ പോവുകയാണ്. യാബോക്ക് കടത്തുകടവിലെത്തുന്നൊരു രംഗം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 32-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് ആ രാത്രി യാക്കോബ് അതിൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരകന്മാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവുകൂടെ കടന്നു. അവരെ അവൻ പുഴയ്ക്കരികെ കടത്തിവിട്ടു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അപ്പുറയെ കൊണ്ട് വെച്ചു. എന്നിട്ട് ഇപ്പുറത്ത് നിന്ന് കുറച്ച് ഭാഗം ഇവിടെ വെച്ചിട്ട് കുറച്ചുമായി ഇതാ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് ആൾക്കാരെ. 3 സംഘം പരിചാരകരെ അതിനു മുമ്പ് പറഞ്ഞു വിടുന്നുണ്ട്. ജ്യേഷ്ഠൻ വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഭയന്നിട്ടാണ്. ഞാനിത് പറയുന്നത് വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ചതിച്ചും ചതിക്കപ്പെട്ടും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ഭയന്നും മരണഭയം കൊണ്ട് വിറച്ചും ജീവിക്കുന്ന മനുഷ്യരെ. ഇവിടെ ഇതാ യാക്കോബിൻ്റെ സഹോദരങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നതുവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. മൽപ്പിടുത്തത്തിനിടെ യാക്കോബിൻ്റെ തുട അരക്കെട്ടിൽ നിന്നും തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങനെ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? യാക്കോബ്. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഞാനിത് പറയുന്നത് ദൈവത്തെ കണ്ടുമുട്ടിയ നിമിഷം അവൻ്റെ പേര് മാറി. ഇത് കണ്ട യാക്കോബ് പറയുകയാണ്, ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടല്ലോ, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെനുവേൽ എന്ന സ്ഥലത്തിന് അവൻ പേരിട്ടു. അവിടെയും അവൻ പെനുവേൽ കടക്കുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരുന്നു. ഞാൻ പറയുന്നത് അവിടെ വെച്ച് പെനുവേൽ അനുഭവം. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തെ കണ്ടുമുട്ടിയ ഇതുപോലൊരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? നമുക്കറിയാം, പിന്നീട് ഈ യാക്കോബ് തൻ്റെ പുത്രന്മാരുമായി ജീവിക്കുന്നതും അദ്ദേഹം നമ്മുടെ പിതാക്കന്മാരുടെ ഗണത്തിലേക്ക് പെട്ടതും ഇപ്പോഴും നമ്മൾ പറയുന്നു. നമ്മുടെ പിതാവായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും എന്ന് പറയുമ്പോൾ യാക്കോബിനെ നമ്മൾ സ്മരിക്കപ്പെടുന്നതിൻ്റെ കാരണം ആ വ്യക്തിപരമായൊരു ദൈവാനുഭവത്തിൻ്റെ ആഴത്തിലുള്ള അനുഭവമാണ്. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും, പുറപ്പാട് പുസ്തകത്തിൽ വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള മോശ, അവൻ ഫറവോയുടെ വളർത്തുപുത്രനായി വളർത്തപ്പെട്ടവനാണ്. അത്ര ശക്തനായി അവിടെ വളർന്നു വന്ന രാജകുമാരനായിരിക്കുന്ന അവനെ സൂപ്പർവൈസറായിട്ട് അപ്പൻ പറഞ്ഞു വിടുന്നു. നമ്മൾ കാണുന്ന കാഴ്ച, അവിടെ ചെന്നപ്പോൾ ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയനാകുന്നത് കണ്ട് അവന് സഹിക്കാനായില്ല. അവൻ ഈജിപ്തിലെ മേലാളനായ ഒരാളെ അടിച്ചു വീഴ്ത്തി കുഴിച്ചു മൂടുന്നു, കൊല നടത്തുന്നു. 2-ാമത്തെ ദിവസം ഇസ്രായേൽക്കാർ തമ്മിലടിച്ചപ്പോൾ മോശ പറഞ്ഞു, ഇടാ, നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്, നമുക്ക് തമ്മിലടിക്കാൻ പാടില്ല. ഉടനെ അവർ ചോദിച്ചു, എടാ, ഇന്നലെ ഈജിപ്തുകാരനൊക്കെ ഒന്ന് കുഴിച്ചു മൂടിയത് പോരാഞ്ഞിട്ടാണോ ഇന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഉടനെ അവർ പറയുന്നു, ഇത് കേട്ടതേ മോശ വിചാരിച്ചത് മറ്റാരും അറിഞ്ഞു കാണില്ലെന്ന് വിചാരിച്ചാണ് രഹസ്യത്തിൽ കുഴിച്ചിട്ടത്. പക്ഷേ ഇപ്പോൾ ഇതാ ഇവരൊക്കെ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവനറിയാം ഇത് ഫറവോയുടെ ചെവികളിലെത്താൻ അധികം സമയം വേണ്ട. അവിടെ നിന്നൊരൊറ്റ മുങ്ങല പൊങ്ങിയത് നേരെ ജെത്രോ പുരോഹിതൻ്റെ വീട്ടിലാണ്. അവിടെ ചെന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പെൺമക്കൾക്ക് വെള്ളം കുടിക്കുന്നിടത്ത് ഇടയന്മാരുമായിട്ടുള്ള ശണ്ട, ഇടയന്മാരെ അടിച്ചോടിച്ചിട്ട് ആ പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുക്കുന്ന മോശ പിന്നീട് അവരോടൊത്ത് 40 വർഷം താമസിക്കുന്നു. ജെത്രോ പുരോഹിതൻ്റെ മകളെ വിവാഹം കഴിക്കുന്നു. അവസാനം ഹേറോബ് മലയുടെ താഴ്വരയിൽ നിൽക്കുമ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷം അവൻ കാണുന്നു, വള്ളിക്കുടികൾ തീപിടിച്ചുയരുന്നു. അഗ്നിജ്വാലകൾ ഉയരുന്നുണ്ടെങ്കിലും വള്ളി കത്തുന്നില്ല. ഈ അന്യാദൃശ്യമായ ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ട് സൂക്ഷിച്ചു നോക്കി. അവൻ കേട്ടു, മോശേ മോശേ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിൻ്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുവേ. പ്രിയമുള്ളവരെ, അവിടെ വെച്ചവൻ അവനെ കാണുന്നവനായ ദൈവത്തെ കണ്ടുമുട്ടി. മോശ ഉടൻ ചെരുപ്പ് പാദരക്ഷകൾ അഴിച്ചു മാറ്റി. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, മകനെ, ഈജിപ്തിലെ എൻ്റെ ജനത്തിൻ്റെ ദീനരോധനം എൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു, നീ പോയി അവരെ വിമോചിപ്പിക്കണം. മോശ പറയുന്നു, കർത്താവേ, ഞാനോ? എന്നെ നിനക്കറിയാമല്ലോ. ദൈവത്തെ കണ്ടുമുട്ടിയ മോശയുടെ കാഴ്ചപ്പാടിനും നിലപാടിനും വന്ന മാറ്റം. പേടിത്തൊണ്ടനായി, വിക്കനായി. ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിക്കനാണെന്നൊക്കെ പിൽക്കാലത്ത് പിന്നീട് പറയുന്നുണ്ട്. എല്ലാം അടിമയാണെന്നുള്ള ഒരു അപകർഷതയും എല്ലാം ഉണ്ടായിരുന്ന മോശ ഇപ്പോൾ പറയുകയാണ്, കർത്താവേ, എന്നെ നിനക്കറിയാമല്ലോ. കർത്താവ് പറഞ്ഞു, മകനെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടെ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിയ മോശ തിരിച്ച് ഫറവോയുടെ അടുത്തേക്ക് വരുന്നത് ആരെ ഭയം നോടിയോ ആ ഫറവോയെ അഭിമുഖീകരിക്കാൻ കഴിവുള്ളവനായിട്ടാണ്. അവിടെ വന്ന് എത്രയെത്ര അത്ഭുതങ്ങളാണ് അവിടെ പ്രവർത്തിച്ചത്. 11 അത്ഭുതങ്ങൾ പ്രവർത്തിച്ച മോശ. കടിഞ്ഞൂൽപുത്രന്മാരുടെ വധം. ഇതോടുകൂടി 40 വർഷം മുമ്പ് അവരുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ പിതാക്കന്മാർ അവനോട് ചോദിച്ചതാ, നിന്നെ ആരാടാ ഞങ്ങളുടെ നേതാവായി നിയമിച്ചതെന്ന്. ഇപ്പോഴിതാ മോശയുടെ കരങ്ങൾ വഴിയുള്ള അത്ഭുതങ്ങൾ കണ്ട ജനം
6 ലക്ഷത്തോളം വരുന്ന പുരുഷന്മാർ, സ്ത്രീകളും കുട്ടികളും കൂടാതെ അവർ മോശയോടൊത്ത് നടന്നു നീങ്ങുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. എത്ര ശക്തനായ ഒരു നേതാവ്! പക്ഷേ വ്യക്തിപരമായ ദൈവാനുഭവം അല്ലെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടാത്ത മനുഷ്യരുടെ പ്രതീകമാണ് വാസ്തവത്തിൽ പുറപ്പാട് പുസ്തകത്തിലെ ജനത. ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും അവർക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നതിൻ്റെ തെളിവിതാണ്. അവർ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞിരുന്നു, നീ ഫിലിസ്തീൻ ദേശത്തൂടെ പോകരുത്, മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങി പോകണമെന്ന്. മരുഭൂമിയിലേക്ക് യാത്ര തിരിച്ച ക്ഷണം ആ ജനം കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഈജിപ്തിലെ മരുഭൂമികൾ പോരാഞ്ഞിട്ടാണോ ഇവിടെ ഞങ്ങളെ ഈ മരുഭൂമിയിലിട്ട് വറുത്ത് കൊല്ലുന്നത്? അവർ അവിടുത്തെ ചൂട് കൊണ്ട് കരയാൻ തുടങ്ങി. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആ മേഘദീപത്തൂണായി കർത്താവ് ഇറങ്ങി വന്നു. വീണ്ടും നമ്മൾ കാണുന്നത് രാത്രിയിൽ ഇരുട്ടത്ത് അവർ വിലപിക്കാൻ തുടങ്ങി. കർത്താവ് അഗ്നിസ്തംഭമായി അവരുടെ ഇടയിൽ വന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം അഗ്നിസ്തംഭമായി രാത്രിയിലും മേഘസ്തംഭമായി പകലും അവരെ നയിച്ചു. എന്നിട്ടും ആ ജനത്തിൻ്റെ കണ്ണുകൾ അടിമത്ത നാട്ടിലെ ഈജിപ്തിലായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും ആ ആർത്തിരമ്പെന്ന ചെങ്കടൽ വന്നു. മോശ പറഞ്ഞു കാലെടുത്ത് വയ്ക്കുവാൻ. ഇതൊരു വ്യക്തിപരമായ പ്രശ്നമാണ്. പേഴ്സണൽ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, വ്യക്തിപരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണമെങ്കിൽ വ്യക്തിപരമായ ദൈവാനുഭവം കൂടിയേ തീരൂ. ആ ജനത പറഞ്ഞു, ഈജിപ്തിലെ നദികൾ പോരാഞ്ഞിട്ടാണോ ഈ കടലിൽ കൊണ്ടുവന്ന് മുക്കിക്കൊല്ലാൻ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറകോട്ട് തിരിഞ്ഞു. കാനാൻ്റെ സ്വാതന്ത്ര്യം അവർ മുൻപിലുണ്ടെങ്കിലും അവർക്കതല്ല ലക്ഷ്യം. അവരിത് അടിമത്ത നാട്ടിലേക്ക് കണ്ണുനട്ടിരിക്കുക. ദൈവത്തെ കണ്ടുമുട്ടാത്ത ഏതൊരു മനുഷ്യനും ഈ അടിമത്ത നാട്ടിലേക്ക് കണ്ണുനട്ട് നിൽക്കും. ഇന്നും വചനം ശ്രവിക്കുന്ന അനേക മനുഷ്യർ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇരിപ്പിടമുണ്ട്, സ്ഥാനമൊരുക്കാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾ നിത്യജീവനുള്ളവരാണ്, സ്വർഗത്തിന് അവകാശികളാണ്. പക്ഷേ ഒരിക്കൽ പോലും സ്വർഗത്തിലേക്ക് നോക്കാതെ ഭൂമിയിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും അടുത്തതില്ലാതെ വരുമ്പോൾ വിലപിക്കുകയും ചെയ്യുന്ന പുറപ്പാട് പുസ്തകത്തിലെ ജനത്തെ പോലെ ആയിത്തീരുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഒരുപക്ഷേ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊന്ന് പരിശോധിക്കാം. എനിക്ക് എത്രയെത്ര പ്രാവശ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴും ദൈവോന്മുഖനാകുവാൻ തക്കവിധം ദൈവത്തെ അന്വേഷിക്കുന്നവനും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവനാണെന്ന് കണ്ട് ആ നിത്യനായ ദൈവത്തോടുള്ള നിത്യമായ സ്നേഹബന്ധത്തിലാകുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? ഇതാ പുറപ്പാട് പുസ്തകത്തിലെ ജനത്തെ പിന്നെയും നമുക്ക് കാണാം. അവർ പിറുപിറുത്തുകൊണ്ട് നദിയിൽ നിന്ന് പുറകോട്ട് വന്നപ്പോഴേ ഇപ്പുറത്തും മരണം അവിടെയും മരണം. കാരണം ഇപ്പുറത്ത് ഫറവോയുടെ സൈന്യം അവരെ വളഞ്ഞു. ഫറവോയുടെ സൈന്യം ഒരു വശം ഇവിടെ ആലപ്പുഴയിലൊക്കെ പറയാറുണ്ട് വാസ്തവത്തിലെ പടപേടിച്ച് പന്തളത്തി ചെന്നപ്പോൾ പന്തവും കുത്തി പടയെന്ന് എന്ന് പറഞ്ഞതുപോലെ ചെങ്കടൽ കണ്ട് ഭയന്നോടിയ ജനം ഇതാ ഫറവോയുടെ സൈന്യത്തെ കണ്ട് അവിടെയും മരണം. രണ്ടിനും ഇടയിൽ കിടന്ന് ഞെരുങ്ങുമ്പോഴാണ് മോശ മേൽപ്പോട്ട് നോക്കി. ദൈവത്തെ കണ്ടുമുട്ടിയ ഒരുത്തന് ഏതൊരു സാഹചര്യത്തിലും ദൈവസ്പർശനം മനുഷ്യർക്ക് കൊടുക്കാൻ സാധിക്കും. അവൻ ചെങ്കടലിനെ സ്പർശിക്കുന്നു, ചെങ്കടൽ രണ്ടായി പിളർക്കുന്നു. അപ്പോഴേക്കും ഇതാ അവർ ഓടി ചെങ്കടലിലേക്ക് കയറുന്നു. തമ്പുരാൻ അവിടെയും അവരുടെ മുൻപിൽ നിന്നിരുന്ന മേഘം ഇതാ പിൻപിലായി വന്നിട്ട് ഡാർക്ക് കളറാക്കി ഈജിപ്തുകാരെയും ഇസ്രായേൽക്കാരെയും തമ്മിൽ അകറ്റി. ഈജിപ്തുകാർ മനസ്സിലാക്കി ദൈവം അവരുടെ പക്ഷത്തുണ്ടെന്ന്. എന്നിട്ട് പോലും ഇസ്രായേൽക്കാർ തങ്ങളോടൊപ്പം നടക്കുന്ന ദൈവത്തെ കാണാൻ സാധിച്ചില്ല എന്നതാണ് തിരുവചനത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത്. ഈജിപ്തുകാരെ വെള്ളത്തിൽ മുക്കി കൊന്നു. ചെങ്കടൽ പറ്റി കടന്ന് അക്കരെ ചെന്ന് ജനം കണ്ടത് ഈജിപ്തുകാർ ചെങ്കടലിൽ മരിച്ചു വീഴുന്നതാണ്. എന്നിട്ടും അവർ മേലെ മരുഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ അവിടെ മാറായിലേക്കാണ് എത്തിയത്. അവിടുത്തെ വെള്ളം കയ്പുള്ളതാണ്. ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, ഇത്രയും അടയാളങ്ങൾ പ്രവർത്തിച്ച് ദൈവത്തെ അവർ മറന്നു. അവിടെ നിന്നുകൊണ്ട് അവർ കരഞ്ഞു പോകാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഈ കയ്പുള്ള ജലം കുടിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, തൊണ്ട പൊട്ടുന്നു. തടിക്കഷ്ണം എടുത്തിട്ട് വെള്ളത്തെ മധുരിപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, അപ്പവും സ്വാതന്ത്ര്യവും എപ്പോഴൊക്കെ ദൈവം മനുഷ്യരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മനുഷ്യൻ പറയും, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, അപ്പം മതിയെന്ന്. ഇതാ നോക്കൂ, കാനാൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ച ഇസ്രായേൽ ജനം ഇപ്പോൾ പറയുകയാണ്, ഈജിപ്തിലെ സവോള കഷ്ണം എത്ര നല്ലതായിരുന്നു, അവിടുത്തെ ചതകുപ്പ, അവിടുത്തെ ജീരകം, അവിടുത്തെ കൊത്തമ്പാലരി, ഇവയുടെയൊക്കെ രുചി ഞങ്ങളുടെ നാവിൽ ഊർന്നു. അവർ പിറുപിറുക്കാൻ തുടങ്ങി. അവർക്കൊരിക്കലും മോശ പറയുന്ന കാനാനിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ലാത്തത് മാത്രമല്ല, ദൈവത്തെ കണ്ടുമുട്ടാത്ത ഒരുവനും ദൈവ വഴിയിലേക്കോ ദൈവമാർഗത്തിലേക്കോ പോകാൻ സാധ്യമല്ല. ഈ ജനം അതിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു അടയാളമാണ്. ഞാൻ നോക്കൂ, പിന്നെയും കാണുന്നു ആ ജനം ഈ നേരം വെളുത്തപ്പോഴേ മന്ന പരപ്പുറത്ത് കൊണ്ട് നടക്കുന്നു. ഉടനെ പറഞ്ഞു, ഇതേ സ്വർഗത്തിൻ്റെ അപ്പം, മന്ന ഭക്ഷിച്ചു. അവരെല്ലാവരും സന്തോഷിച്ചു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയാൻ തുടങ്ങി, എടാ ഈ ഒരുപോലത്തെ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു, ഇത്തിരി ഇറച്ചി കഴിച്ചിട്ട് എത്ര നാളായി. ഫറവോയുടെ നാട്ടിലെ ചട്ടിയിലേക്കാണ് അവരുടെ കണ്ണുകൾ അപ്പോഴും നോക്കുന്നത്. അടിമത്ത നാട്ടിലെ ചട്ടിയിലേക്ക് നോക്കി നിന്ന് അവർക്ക് 1000 കോഴിക്ക് അരക്കാട എന്ന രീതിയിൽ കാടപ്പക്ഷി അയച്ചു കൊടുക്കുന്നു. ഈ കാടപ്പക്ഷിയെ തിന്ന് തൃപ്തരായ ജനവും പിന്നെയും ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മരുഭൂമിയിലേക്ക് ഇറങ്ങി പാറക്കെട്ടുകളുടെ ഇടയിലൂടെ പോയപ്പോൾ
വെള്ളം കിട്ടാൻ മാർഗമില്ലാതെ തൊണ്ട പൊട്ടിയപ്പോൾ പഴയതൊക്കെ മറന്നു അവർ വെറുവെറുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പാറയിൽ നിന്നും ജലം ഒഴുക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ കാണുന്നത് 40 ദിവസം മനുഷ്യർ മോശ പ്രാർത്ഥിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നത് തങ്ങളുടെ കഴുത്തിലും കാതിലുള്ളതൊക്കെ പറിച്ചെടുത്ത്. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ അന്വേഷിക്കുവാനൊരു ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്. ഏതൊരു മനുഷ്യനും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തെ കണ്ടെത്താനുള്ളൊരു ആഗ്രഹം ഉണ്ടാകണം. ഈ ആഗ്രഹം ഉണ്ടാകാത്ത മനുഷ്യർക്ക് നിത്യനായ ദൈവത്തോട് നിത്യമായ ഒരു സ്നേഹബന്ധത്തിലാകുവാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം, ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവനാണെന്ന് കണ്ടെത്തിക്കൊണ്ട് തിരിയാത്ത ഒരു വ്യക്തിക്കും ഇത് അനുഭവിക്കാൻ സാധിക്കില്ല. നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ഈ ജനം അക്കരെ കാനാൻ ദേശത്ത് എത്താതെ മരുഭൂമിയിൽ വീണ് മരിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോഴേ കർത്താവിന് നിർബന്ധമുണ്ട് വ്യക്തിപരമായിരിക്കണം അവരുടെ അനുഭവമെന്ന്. 5 അപ്പം പങ്കിട്ട് 5000 പേർക്ക് കൊടുത്തതിൻ്റെ 2ാമത്തെ ദിവസം തിബേരിയസ് കടൽപ്പുറത്ത് തനിക്ക് ചുറ്റും കൂടി ജനത്തെ നോക്കി കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ, എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ ഒരു നാളും വിശക്കുകയുമില്ല, അവനൊരിക്കലും ദാഹിക്കുകയുമില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, അവനെ ഞാൻ അവസാന നാളിൽ ഉയർപ്പിക്കും. ഇക്കാര്യം കേട്ടപ്പോൾ ആ ജനം മുഴുവൻ അവിടുത്തെ ഇട്ടിട്ട് പോയി. കാരണം ഈ ലോകത്തിലുള്ള ഒരു കാര്യമല്ല കർത്താവ് പറഞ്ഞു, തന്നെ ഭക്ഷിക്കണമെന്നും ഇതൊന്നും അവർക്ക് മനസ്സിലായതേയില്ല. കാരണം അവർക്ക് ആത്മീയ ദർശനം നഷ്ടപ്പെട്ടവരാണ് അവർക്കത് കാണാൻ സാധിച്ചില്ല. അവർ പോയപ്പോഴേക്കും അവസാനം 12 പേർ മാത്രം അവശേഷിച്ചു. കർത്താവ് ചോദിച്ചു, നിങ്ങളും പോകുന്നില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 67 വാക്യങ്ങളിൽ പത്രോസ് പറയുകയാണ്, കർത്താവേ, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, ഞങ്ങളെവിടെ പോകും? പ്രിയമുള്ളവരെ, പത്രോസ് പറഞ്ഞത് ഞങ്ങളെവിടെ പോകുന്ന മറ്റു 11 പേരുടെ സപ്പോർട്ടിൽ നമുക്കിത് കാണാൻ സാധിക്കും. ദയനീയമായി പിന്നീട് പത്രോസ് പരാജയപ്പെടുന്നത്. പിന്നീട് ഭർത്താവ് പറഞ്ഞു, 3 പ്രാവശ്യം നീ കോഴി കൂവുന്നതിന് മുമ്പ് എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. അത് 3 പ്രാവശ്യം അവൻ ചെയ്തു. എന്തിനധികം കർത്താവിനെ പിടിക്കുവാനായിട്ട് വരുന്ന രംഗം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 14-ാം അധ്യായത്തിൽ അവിടെ അവരെ പിടിക്കാൻ വന്ന സമയം ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചു. ഒരു ശിഷ്യൻ മാത്രം നിന്ന്, യുവാവായ ഒരുത്തൻ. കാരണം അവൻ പുറംകുപ്പായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഓടി ഒളിച്ചു. ആ കൂട്ടത്തിൽ പത്രോസും ഓടി ഒളിച്ചു. കണ്ടില്ലേ, ഒരു വേലക്കാരിപ്പൻ്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞു. എന്നാൽ കർത്താവ് ഉയർത്തെണീറ്റ് കഴിഞ്ഞിട്ടും മറ്റേ മറിയവും പത്രോസിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, പത്രോസേ, നമ്മുടെ കർത്താവ് ഉയർത്തെണീറ്റിരിക്കുന്നു. പത്രോസ് അത് വിശ്വസിച്ചില്ല. എങ്കിലും അവരവിടെ ഓടിച്ചെന്നു. നോക്കി കണ്ട് തുണിയെല്ലാം കർത്താവിൻ്റെ വസ്ത്രം മാത്രം കിടക്കുന്നത് കണ്ടിട്ട് അവർ ഉറപ്പുവരുത്തിയ ശേഷം തിരിച്ചു വന്ന് പത്രോസ് പറഞ്ഞത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, നിങ്ങൾ വല്ലവരും പോരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, പത്രോസ് മീൻ പിടിക്കാൻ പോയി. അവിടെ ചെന്ന് കർത്താവ് അപ്പം ചുട്ട് അവർക്ക് കൊടുക്കുന്നു. തിരിച്ചു കൊണ്ടുവന്ന് സെഹിയോൻ ഊട്ടുശാലയിൽ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് സെഹിയോൻ മുകളിൽ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു, യോനാടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, ഞാനെന്ന് പറയണം. യോനാടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഉപകർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പത്രോസിൻ്റെ വിശ്വാസം ഇതാ വ്യക്തിപരമായി. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കോലാടുകളെ മേയ്ക്കുക. വീണ്ടും ചോദിച്ചു, യോനാടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഉപകർത്താവെ, നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. യോനാടെ പുത്രനായ ശിമയോനെ 3ാമതും അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പത്രോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ. പ്രിയമുള്ളവരെ, കർത്താവ് ഉടനെ പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. അവനെ ആ ദൗത്യം കൊടുക്കുന്നത് ഈ വ്യക്തിപരമാക്കിയ ശേഷമാണ്. നമ്മുടെ പിതാവായ തോമാസ് ലീഹ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ ലാസറിനെ ഉയർപ്പിക്കാൻ പോകുമ്പോൾ അവനോടുകൂടി നമുക്കും പോയി മരിക്കാമെന്ന് പറഞ്ഞു. നമുക്കും പോയി മരിക്കുന്നത്, ഞാനും പോയി മരിക്കുന്നതല്ല. ഇവൻ്റെ വിശ്വാസത്തിൻ്റെ പൂച്ച് തെളിയിക്കാൻ കർത്താവ് ഉയർത്തെണീറ്റ ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ഇല്ലാത്ത സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. തിരിച്ചു വന്ന തോമസ് പറഞ്ഞത്, ഞാൻ കണ്ടാലല്ലാതെ വിശ്വസിക്കുകയില്ല, ഞാൻ അവൻ്റെ ആണിപ്പഴുതിൽ വിരലിടണം, തിരുവിലാവിൽ കൈകൾ വയ്ക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അവൻ്റെ വിശ്വാസമില്ലായ്മയുടെ പൂച്ച് തെളിച്ചു കർത്താവ്. ഒരാഴ്ച കഴിഞ്ഞ് കർത്താവ് കടന്നു വന്നു. തോമസേ, നീ വരിക, നീ എൻ്റെ ആണിപ്പഴുതിൽ കൈകൾ വയ്ക്കുക, എൻ്റെ വിരലുകളിൽ കൈകൾ വയ്ക്കുക, ആണിപ്പഴുതിൽ വിരലിടുക എന്ന് പറഞ്ഞു. തൽക്ഷണം തോമസ് ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയമുള്ളവരെ, ആ ദൈവാനുഭവം തോമസിനെ അവിടെ നിന്ന് ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഓടിച്ച് ഇന്ത്യയിൽ വന്ന് രക്തസാക്ഷിയാകാൻ വരെ കാരണമായി. പ്രിയമുള്ളവരെ, തോമസ് ലീഹയുടെ അന്ത്യം അങ്ങനെയായിരുന്നു. പത്രോസ് ലീഹയുടെ അന്ത്യം നമുക്കറിയാം. തലകീഴായി ഗുരുവിന് വേണ്ടി മരിച്ചവനാണ്. വ്യക്തിപരമായി യേശുവിനെ കണ്ടുമുട്ടെങ്കിൽ മാത്രമേ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയും യേശുവിന് വേണ്ടിയും അധ്വാനിക്കാൻ നമുക്ക് സാധിക്കൂ. നമുക്ക് വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് എന്തോരം ദൈവാനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ യേശുവിനെ കണ്ടുമുട്ടുവാനും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അറിയുവാനും
പുത്രൻ്റെ രക്ഷ അറിയുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം അറിയുവാനും അങ്ങനെ മുന്നോട്ട് ത്രിത്വൈക ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.